ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് രാത്രിയൊക്കെ കാണാൻ ബാക്ക്ഗ്രൗണ്ടിൽ. ഇന്ന് രാത്രിയാണ്. അപ്പം നാളെ രാവിലെ വരുന്നതായിരിക്കും വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ ടൈമിങ് ഒരു പ്രശ്നമുണ്ട്. കാരണം ടൈമിങ് ഞാൻ ജസ്റ്റ് നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ എനിക്ക് വൈകുന്നേരം ആക്കാൻ പറ്റില്ല. കാരണം വൈകുന്നേരം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കളിക്കാനൊക്കെ പോകും. അപ്പം ടൈം കിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഞാൻ ഇട്ടില്ലേ ഇപ്പോൾ ഇടാൻ പോണ വീഡിയോ അതിൽ ഞാൻ പറയും നെക്സ്റ്റ് ഡേൻ്റെ ടൈമിങ്. ഓക്കെ, എന്തായാലും എല്ലാ ദിവസവും വീഡിയോ ഉണ്ട്. പക്ഷെ ഞാൻ ആ ദിവസത്തെ അതായത് അടുത്ത ദിവസത്തെ ടൈമിങ് അന്നത്തെ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് വീഡിയോ മൊത്തം കാണണം, അവസാനമേ പറയുള്ളൂ. അത് നിങ്ങൾ മൊത്തം കാണണം വേണ്ടി അല്ല ഞാൻ ചെയ്യണത്. അവസാനമേ പറയാനുള്ള ഗ്യാപ്പുള്ളൂ. കാരണം ആദ്യം തന്നെ ഇൻട്രോവും പിന്നെ ഇതൊക്കെ ഉണ്ടാവും. പിന്നെ എൻ്റെ ഇൻട്രോ ഒക്കെ കാണിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ടൈമിങ് കുറച്ച് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അവസാനം കൊണ്ട് വെക്കണത്. അപ്പം ആ ടൈമിങ് ഞാൻ അവസാനമായിരിക്കും പറയാൻ പോകുന്നത്, വൈൻഡ് അപ്പ് ചെയ്യുന്ന മുമ്പ്. അപ്പോൾ ജസ്റ്റ് ഫുൾ വീഡിയോ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. കമോൺ, സപ്പോർട്ട് ചെയ്യുക, വ്യൂസൊക്കെ തന്നെ. അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ സബ്ജക്റ്റ് അല്ലെങ്കിൽ മെയിൻ കോൺസെൻട്രേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോർ, അതായത് സാംസങ് ഗാലക്സി കോർ ഡു 2 അങ്ങനെ എന്തോ ആണ് ഫുൾ പേര്. ഓക്കെ, അതിൻ്റെ ഒരു ചെറിയ റിവ്യൂ, ചെറിയല്ല വലിയ റിവ്യൂ ആണ്. 5 ഇയേഴ്സിൻ്റെ റിവ്യൂ ആണ് അത്. എന്താ പറയുക, ഞാൻ ഇപ്പം എല്ലാ ഫോൺസും ബസല്ലസും പിന്നെ അത്യാവശ്യം നല്ല അടിപൊളി സ്പെക്കൊക്കെ ഉള്ള ഒരു മിക്ക ഫോൺസാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൽ ഈ ഒരു ഫോൺ വരുമ്പോൾ അത്രയും ഇതില്ല. പക്ഷെ ഇത് ഒരു റിവ്യൂ ആണ്, ജസ്റ്റ് 5 ഇയേഴ്സ്. അതായത് ഈ ഫോണിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ ഫോൺ ഇപ്പം സാംസങ് ഗാലക്സി കോർ 2ൻ്റെ ബാക്ക് ക്യാമറയിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, കമൻറ്റ് ചെയ്യണം അതെങ്ങനെയുണ്ടെന്ന്. പിന്നെ ഞാൻ മുമ്പിലത്തെ ക്യാമറ, അതായത് സെൽഫീൻ്റെ ആ ക്യാമറ വെച്ച് ഞാൻ അവസാനത്തെ, അതായത് ഔട്ട്രോ ആയിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം വീഡിയോയിൽ. അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഇതുവരെ ആരും ചെയ്യാത്തവർ. ഓക്കെ, ആരും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ്, അതായത് ഈ എല്ലാ ദിവസവും ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്തിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട്. യോ ഗൈസ്, അപ്പം ഞാൻ ഫോണിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഫോൺ. ഓക്കെ, ഇതിൽ ചിലൊരു സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ഇതാണ് ഫോൺ. ഇതാണ് സാംസങ് ഗാലക്സി കോർ 2S. ഓക്കെ, അപ്പോൾ ഇത് 2. ഓക്കെ, അതിൻ്റെ മോഡൽ നമ്പർ എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമുക്ക് സ്പെക്ക് നോക്കാം. സ്പെക്ക് ഇതിൻ്റെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ 4GB ഇൻറ്റേർണൽ സ്റ്റോറേജും പിന്നെ 768 MB റാമുമാണ്. MB ആണ് കേട്ടോ, MB. ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക ഫോൺസിലും 6GB റാമും 8GB റാമും അതൊക്കെ മേലൊക്കെ പോവാണ്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞായിരുന്നു, ഇത് ഭയങ്കര പഴയ ഫോണാണ്. ഞാൻ പറഞ്ഞു 5 ഇയേഴ്സ് ബാക്ക് 2014 വാങ്ങിച്ചത്. അപ്പം ഇത് SD കാർഡൊക്കെ സപ്പോർട്ടഡ്. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന വൺ പ്ലസ് പ്രോ അതൊന്നും SD കാർഡ് സപ്പോർട്ടഡ് അല്ല. അപ്പോൾ ഇതൊക്കെ സപ്പോർട്ടഡ് ആണ്. ഇത് പഴയ ഫോൺസാണ്. ഞാൻ തുറന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതെ, ഇതിലിപ്പം ഈ ഭാഗത്ത് നമുക്ക് കാണാം നമ്മുടെ ഈ മെമ്മറി കാർഡും പിന്നെ വോഡഫോണിൻ്റെ സിമ്മും പിന്നെ ബാറ്ററിയും. ഇത് ഒറിജിനൽ ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടുള്ള ഫിൻലാൻഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അടിപൊളി ഫോണാണ്. ജസ്റ്റ് ബാറ്ററി ഇതുവരെ അത് കുറയാറും കൂടിയില്ല. ജസ്റ്റ് കുറേ സ്ക്രാച്ച്, അത് ജസ്റ്റ് കുറേ പ്രാവശ്യം താഴെ വീണുണ്ട്. ആകെ ഇപ്പോൾ ഇത് സ്ക്രീൻ കാർഡുള്ള കാരണം ജസ്റ്റ് ഇവിടെ ഒരു സ്ക്രാച്ച് വന്നത്രേ ഉള്ളൂ. ഇപ്പം ഇതൊക്കെ സ്ക്രീൻ കാർഡൊക്കെ നമ്മൾ വെച്ചതാണ്. ഇപ്പോൾ സെൽഫി ക്യാമറയൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതെ, ഇതാണ് സെൽഫി ക്യാമറ. ഓക്കെ, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതെ, ഇതാണ് സെൽഫി ക്യാമറ. അപ്പം നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് എൻ്റെ ക്യാമറയാണ്. ജസ്റ്റ് നമ്മുടെ സാംസങ് ഗാലക്സി J2ൻ്റെ ഇതാണ്. അത് ബാക്ക് ക്യാമറ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. പിന്നെ ഉള്ളത് ഫ്രണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എന്നെ തന്നെ കാണാൻ പറ്റും ചിലപ്പം. ഹായ്. അപ്പം അങ്ങനെ
അപ്പം ഇതിൽ ഈ ക്യാമറ ഒക്കെ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. അതിനെക്കാട്ടും കൂടുതൽ അടിപൊളി ഇതിലാണെന്നാണ് എൻ്റെ വിശ്വാസം. അതൊക്കെ ഞാൻ ജസ്റ്റ് ഈ പറയാൻ പോകുന്ന ഡീറ്റെയിൽ റിവ്യൂവിലൊക്കെ കാണിക്കുന്നതായിരിക്കും. പിന്നെ വരുന്നത് ഇതിൻ്റെ പ്രോസസ്സർ. അത് ഏകദേശം 1.2 GHz ക്വാഡ് കോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരുമാതിരി എല്ലാ ആപ്ലിക്കേഷൻസും ഇതിൽ വർക്കാവും. പിന്നെ ഉള്ള ആകെ ഒരു പ്രശ്നം നമ്മുടെ പബ്ജിയും പിന്നെ അതുപോലത്തെ കുറേ ഫ്രീ ഫയർ അങ്ങനത്തെ കുറേ ഹൈപ്പുള്ള ഗെയിംസൊക്കെ നമുക്കിതിൽ കളിക്കാൻ പറ്റില്ല. പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ബാറ്ററി ഡാമേജ് ആവും. ബാറ്ററി ഡാമേജ് ആവാത്ത ഒരു റീസൺ, ബാറ്ററി ഡാമേജ് ആവാണ്ടിരിക്കാനാകെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അതിൽ കമ്പാറ്റബിളുള്ള ആ ഒരു ഗെയിം മാത്രമേ കളിക്കാൻ പാടുള്ളൂ. അല്ലാതെ അതിനെ കൂട്ടും കൂടുതൽ നമ്മൾ പോയാൽ സാധനം പെട്ടെന്ന് വളക്കാവും. അപ്പം നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊരു ടിപ്പാണ്, ജസ്റ്റ് ശ്രദ്ധിക്കുക അതൊന്നും. പിന്നെ നമുക്ക് കാണാൻ ഇതിൻ്റെ സൈഡിലാണ് ബോളിംഗ് ഗ്ലാസ്, അതിപ്പോൾ എല്ലാ ഇതിനുമാണ്. പിന്നെ ഇതിൻ്റെ റൗണ്ട് ക്യാമറയാണ്. ഓക്കെ, അതെനിക്കിഷ്ടമായി. ഇതിൻ്റെ സ്ക്വയർ വരും ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യണം അതിൻ്റെ. പിന്നെ കോളിംഗ് ഒക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഹെഡ്ഫോൺ ജാക്ക്, പിന്നെ മൈക്ക്, പിന്നെ നമ്മുടെ ചാർജിങ് പോർട്ട്. പിന്നെ വടക്കായി പോയത് നമ്മുടെ ചാർജറാണ്. ഇതിൻ്റെ ഒരു ചാർജറുണ്ട്, അത് പെട്ടെന്ന് എന്തോ പറ്റി. അത് ഒരു 4 വർഷം ഉപയോഗിച്ചായിരുന്നു. പിന്നെ അത് കേടായിപ്പോയി, അങ്ങനെ എന്തോ സംഭവിച്ചു. പിന്നെ ഇപ്പോൾ വേറെ ചാർജർ, ഇപ്പം എൻ്റെ ടാബിൻ്റെ ചാർജറൊക്കെ ഉപയോഗിച്ചത് ചാർജ്, അപ്പോൾ ഇറ്റ്സ് നോട്ട് പ്രോബ്ലം. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നമ്മുടെ ഗൂഗിളിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, ഗൈസ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഇങ്ങനെ കുറച്ച് നല്ല സ്മൂത്ത്നെസ് ഒക്കെ ഉണ്ട്. ഇതെൻ്റെ അച്ഛനാണ്, അത് നോക്കേണ്ട ആവശ്യമില്ല, വാൾപേപ്പർ നോക്കണ്ട. ഇത് അത്യാവശ്യം നല്ല സ്മൂത്ത്നെസ് ഉണ്ട്. ഞാൻ ആപ്പൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതാണ് അപ്പോൾ തന്നെ വരും. ബിസിനസ് അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്നൊക്കെ തന്നെ ആവുന്നുണ്ട്. അങ്ങനെ ഡിലേസ് ഒന്നും വന്നില്ല. ഓക്കെ, കണ്ട ക്യാമറയൊക്കെ പെട്ടെന്ന് തന്നെ വന്നു. അപ്പോൾ ഞാൻ തന്നെ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ അടിപൊളി ക്യാമറയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇൻട്രോ ഔട്ട്രോ ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിപ്പം വാട്സാപ്പാണ്. ഓക്കെ, അപ്പം അത് പിന്നെ ഒന്നുമില്ല, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മുടെ യൂട്യൂബ്, പ്രിയപ്പെട്ട യൂട്യൂബ്. പക്ഷേ ഞാൻ നെറ്റ് ഓൺ ചെയ്തുള്ള എടുത്താലും വരാൻ ചാൻസ് ഇല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. നെറ്റില്ല കേട്ടോ, ജസ്റ്റ് റീട്രൈന്ന് മാത്രമേ വരുള്ളൂ. നെറ്റ് ഓൺ ചെയ്ത് ഇനി വരാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ പറഞ്ഞില്ല, നെറ്റ് കട്ട സ്ലോ ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ കണ്ടേ പെട്ടെന്ന് വന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽ റിവ്യൂ. നമുക്കിനി ഔട്ട്രോയിലോട്ട് പോകാം. ഓക്കെ ഗൈസ്. ഗൈസ്, അപ്പോൾ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എന്നാലും നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ടെന്ന്. തെറ്റിപ്പോയി, ഞാൻ ചില സമയത്ത് പറയുന്നത് എന്താണെന്ന് പെട്ടെന്ന് വരില്ല, അതാണ് മാറിപ്പോൾ. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ അല്ലെങ്കിൽ വീഡിയോയും പിന്നെ അതിൻ്റെ റിവ്യൂ, അതായത് നമ്മുടെ സാംസങ് ഗാലക്സി കോർ 2ൻ്റെ ഡുവസിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് തന്നിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് കമൻറ്റ് ചെയ്യാതെ വെച്ചാൽ അതെങ്ങനെയുണ്ട്, റിവ്യൂ എങ്ങനെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് കൂടുതൽ റിവ്യൂസ് തരാനുണ്ട്. റിവ്യൂ ചെയ്യാൻ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇതുണ്ട് എൻ്റെ ലാപ്പ്, പിന്നെ ടാബ്, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ റിവ്യൂ ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ റിവ്യൂ, അതായത് നമ്മുടെ ഗൂഗിളിൽ സാംസങ് കോർ ഡുവസ്, അത് എങ്ങനെയുണ്ട് റിവ്യൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ വേറൊരു ഫോണുണ്ട്, ഇതെൻ്റെ അച്ഛൻ്റെ ഫോണാണ്. അമ്മയുടെ ഫോണുണ്ട്, അത് സാംസങ് ഗാലക്സി J2. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങൾ റിവ്യൂ, ഞാൻ ഉപയോഗിക്കുന്ന മിക്ക സാധനത്തിൻ്റെ റിവ്യൂ വരുന്നതായിരിക്കും. ജസ്റ്റ് ബി ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ടൈമിങ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എന്തായാലും രാവിലെ ഞാൻ ഇടും. രാവിലെ ജസ്റ്റ്, കാരണം ഒന്നാമത്തെ കാര്യം നെറ്റ് സ്ലോ ആണ്. കട്ട സ്ലോ എന്ന് പറഞ്ഞാൽ നെറ്റ് എക്സ്ട്രീം ഭയങ്കര സ്ലോ ആണ്. എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ ഭയങ്കര സ്പീഡായിരുന്നു, ഇപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. എന്തോ ഈ അടുത്ത് നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു, ഈ എൻ്റെ പേരെന്തായിരുന്നു, വോഡഫോണിൻ്റെ നെറ്റ്വർക്ക്, അതായത് നമ്മുടെ മൊബൈൽ ടവറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പിന്നീട് അവർ മാറ്റി എന്നാണ് പറയണത്. പക്ഷേ നോ യൂസ്, കാരണം കുറച്ചുകൂടി സ്ലോ ആയി. അത്ര നേരത്തെ കുറച്ച് സ്ലോവും കുറച്ച് നല്ലോണം ഫാസ്റ്റൊക്കെ അത്ര ഇതായിരുന്നു. പക്ഷെ ഇപ്പം ഒട്ടും ഫാസ്റ്റില്ല, ഭയങ്കര ദാരിദ്ര്യം പിടിച്ചൊരു അവസ്ഥയാണ് ഇപ്പം എനിക്ക്. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. പിന്നെ ക്യാമറ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക, കമൻറ്റ് ചെയ്യണം. വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം. കമൻറ്റ്, നിങ്ങളുടെ വലിയ കമൻസൊക്കെ എനിക്ക് ആവശ്യമുള്ളതാണെന്ന് പറയൂ. കമൻറ്റ് ചെയ്യുക, തെറ്റി പോകാതെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യുക, ഈ റിവ്യൂ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പക്ഷെ ഇപ്പം ഈ റിവ്യൂവിൻ്റെ ആവശ്യം ഇല്ല, ബട്ട് ഇറ്റ്സ് ഓൾഡ് ഇസ് ഗോൾഡ്.
കാരണം പഴയ സമയത്ത്, അതായത് പഴയ കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ 5 years ബാക്ക്, അതായത് 2014, 13, 15 ആ ഒരു റേഞ്ചിൽ ഈ ഫോണൊക്കെ താരങ്ങളായിരുന്നു. സാംസങ്ങിൻ്റെ മിക്ക ഫോൺസും താരങ്ങളായിരുന്നു. J2, J സീരീസ്, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അതിൽ മിക്കതും താരങ്ങൾ. പക്ഷെ ഇപ്പോഴത്തെ താരങ്ങൾ OnePlus 7 Proയും പിന്നെ അങ്ങനത്തെ കുറേ ബസ്ലെസ് ഫോണും പിന്നെ കുറേ നല്ല അടിപൊളി സ്പെക്കും ക്യാമറ അതുക്കും മേലെ അങ്ങനെ കുറേ ഫോൺസ് ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതായിട്ട് കോമ്പീറ്റ് ചെയ്യില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒരു റിവ്യൂ ഇട്ടാണ്, എനിക്ക് തോന്നി ഞാൻ ജസ്റ്റ് റിവ്യൂ ഇട്ടു. കാരണം എപ്പോഴും നമ്മൾ ഈ ബസ്ലെസ് ജസ്റ്റ് ഒരു കൊതി കാണില്ലേ, ഇത് ബസ്ലെസ് ഉള്ള ഫോണാണ് എന്നൊക്കെ, അങ്ങനെയാണ്. ഓക്കെ, ബസ്ലെസ് ഉണ്ട്, പിന്നെ